അതിനിടയിൽ ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അതൃപ്തി അറിയിക്കാനുള്ള തീരുമാനം വരികയാണ്. UDF യോഗത്തിൽ ഈ അതൃപ്തി അറിയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ലീഗുമായി യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. പ്രതിപക്ഷ ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറയും, ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത്? എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം? ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അരുൺ അമർനാഥ് മലപ്പുറത്ത് നിന്നും ഈ വിഷയത്തിൽ ലീഗിന്റെ ഈ അതൃപ്തി എന്താണെന്ന് വിശദമാക്കുന്നുണ്ട്. അരുണെ, എന്ത് കഷ്ടമാണിത്? പ്രതിപക്ഷ നേതാവ് പറയുന്നു മുസ്ലിം ലീഗുമായി ഒരു പ്രശ്നവുമില്ല, ഒരു അതൃപ്തിയുമില്ല, ഒരു തർക്കവുമില്ല, മുന്നണിക്കകത്ത് ഒരുവിധ ഭിന്നതയുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഇങ്ങനെ ഒരു നീരസം, ലീഗിനൊരു അതൃപ്തി എന്നുള്ള വാർത്ത വരുന്നത്? എന്തടിസ്ഥാനമാണ്? മാർഷൽ രതീഷ്, അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകണ്ട എന്ന് ലീഗ് ഇപ്പോൾ വിചാരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസിലുണ്ടായ അനൈക്യത്തിലുള്ള അതൃപ്തിയാണ് ലീഗിനുള്ളത്. അതൊരു UDFിലെ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തുക, ഒരു പ്രാക്ടിക്കൽ ഫോർമുല വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണത്തിന് തയ്യാറാവാത്തത്. ലീഗിന് നിലവിലുള്ള വിഷയം ഇതാണ്. അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് അന്തരീക്ഷമുണ്ട്. അതേ മുൻതൂക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഐക്യത്തോടെ നേരിട്ട് ഭരണം തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം UDFിനുണ്ട്. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ അനൈക്യം തിരിച്ചടിയാകും എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച പ്രധാന ആശങ്ക. നിരവധിയായുള്ള വിഷയങ്ങളിലെല്ലാം, രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ. ഇപ്പോൾ ശശി തരൂരിന്റെ വിഷയം ഏറ്റവും മുന്നിലായി ഉയർന്നു നിൽക്കുമ്പോൾ അത് മോശം പ്രതിച്ഛായ ഉണ്ടാക്കി എന്ന വിലയിരുത്തൽ തന്നെയാണ് ലീഗിനുണ്ടായത്. നേരത്തെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വിഷയത്തിൽ ചർച്ച ചെയ്യാതെയാണ് നിലപാട് വളരെ മനോഹരമായി അവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ലീഗ് അത്തരമൊരു സ്വതസിദ്ധമായ ശൈലിയിൽ വിഷയങ്ങളെ നേരിടുമ്പോൾ കോൺഗ്രസ് അപക്വമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. പ്രധാനമായും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ചർച്ച ആരാണ് എന്ന വിഷയമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹമാണ് ചർച്ചയാകുന്നത്. അത് ലീഗിന് വലിയ രീതിയിലൊരു അതൃപ്തി അതിലുണ്ട്. കാരണം പരീക്ഷ എഴുതാതെ തന്നെ വിജയിക്കാനുള്ള പോളിസിയാണ് കോൺഗ്രസ് നോക്കുന്നത് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ട്. അപ്പോൾ കൃത്യമായൊരു നേതൃത്വം വേണം, അതിനുള്ള വിജയിക്കാനുള്ള ഒരു ഫോർമുല വേണം. അതാണ് ലീഗിന്റെ ഇപ്പോഴുള്ള ലക്ഷ്യം. അതിന്റെ രത്നം ചുരുക്കം എന്താണ്? നിലവിൽ കോൺഗ്രസിലെ അനൈക്യം UDFിലെ ഭിന്നതയായി മാറാതിരിക്കണം. അതിനാണ് ലീഗിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് നേതൃയോഗം വിലയിരുത്തിയത്. UDF യോഗത്തിൽ അവതരിപ്പിക്കും, ഒപ്പം തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കാനുമാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം.